ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ ഭവിൻ വ്ളോഗ്സ്. ഇന്ന് വളരെ പെട്ടെന്ന്, അതായത് ഒരു 5 മിനിറ്റ് കൊണ്ട് തയ്യാറാക്കാൻ പറ്റിയ ഒരു എഗ് റൈസ് ആട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഇത്രയും കാര്യങ്ങൾ മതിയാവും. ഒരു വലിയ സവാള, 2 പച്ചമുളക്, 2 ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. അപ്പോൾ ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചിരിക്കുന്നത്, നിങ്ങൾക്ക് നെയ്യ് വേണമെങ്കിലും ഒഴിക്കാം. അപ്പോൾ ഒഴിച്ചിട്ട് നമ്മുടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകും പിന്നെ അതുപോലെ സവാളയും കൂടി ഇട്ടിട്ട് ഒന്ന് വഴറ്റണം കേട്ടോ. അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കണം. പിന്നെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ പേസ്റ്റ് ആക്കിയതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് അത് നല്ലപോലെ ഇളക്കി. അത് ഒത്തിരി അങ്ങ് സ്മൂത്തൊന്നും ആവണ്ട കേട്ടോ. അത്യാവശ്യം ഒന്ന് സ്മൂത്തായി കഴിയുമ്പോഴത്തേക്ക് അതിലേക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് അത് നല്ലപോലെ തന്നെ ഒന്ന് അതിൻ്റെ ആ പച്ചമണം ഒക്കെ മാറുന്നിടം വരെ നല്ലപോലെ ഇട്ടൊന്ന് ഒരു മൂപ്പിച്ചെടുക്കണം. അത് കഴിഞ്ഞിട്ട് അതിലേക്ക് ഞാനിവിടെ 4 മുട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത്. 4 മുട്ട ചേർത്ത് കൊടുത്തിട്ട് അതിൻ്റെ ഉണ്ണിയെല്ലാം അങ്ങ് പൊട്ടിച്ചിട്ട് നമ്മൾ ആ താഴെ മൂപ്പിച്ച് വെച്ചിരിക്കുന്ന ഒരു മസാല ഉണ്ടല്ലോ, അത് മൊത്തത്തിൽ ആ മുട്ടയിലാവുന്നത് പോലെ മൊത്തത്തിലൊന്ന് നല്ല പോലെ ഇളക്കി എല്ലാ സ്ഥലത്തും അതിൻ്റെ മസാല എല്ലാ സ്ഥലത്തും എത്തണം. ഇപ്പോൾ അടിയിൽ കുറച്ച് പറ്റിയൊക്കെ പിടിക്കും കേട്ടോ, കുറച്ച് ഇങ്ങനെ കട്ടിയൊക്കെ ആയിട്ടിരിക്കും, സാരമില്ല. അതൊന്ന് നല്ലപോലെ മിക്സാക്കി കൊടുത്തിട്ട് മൊത്തത്തിലൊന്ന് മിക്സ് ആയെന്ന് കണ്ടു കഴിയുമ്പോൾ പിന്നെ ഒരു 2 മിനിറ്റ് അവിടെ വച്ചേക്കണം കേട്ടോ. അന്നേരത്തേക്ക് അത് ഒന്ന് കുറച്ചും കൂടെ ഡ്രൈ ആകും. പിന്നെ അന്നേരം ഒന്നും കൂടെ ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുത്ത് ലാസ്റ്റ് നമുക്ക് ആ താഴെ ഇങ്ങനെ പറ്റി ഇരിക്കുന്ന സ്ഥലം കൂടെ നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥ വരുമ്പോഴത്തേക്കും കുറച്ച് ഡ്രൈ ആണ് കേട്ടോ, വെള്ളം വേണ്ട. ആ സമയത്ത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന വെള്ളച്ചോറ്, അത് ഞാനിപ്പോൾ 4 മുട്ടയ്ക്ക് വേണ്ടി ഒരു 5 നമ്മുടെ കേക്കിനൊക്കെ എടുക്കുന്ന കപ്പില്ലേ, ആ ഒരു കണക്ക് പറഞ്ഞാൽ അത്രയും എടുക്കാൻ പറ്റും. അത് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് മുട്ട കുറച്ച് കൂടുതൽ നിൽക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് ചോറ് എടുത്താൽ മതി. അല്ലെങ്കിൽ നിങ്ങൾക്ക് തോന്നുന്ന, അതായത് എരിവൊക്കെ അനുസരിച്ച് അത്രയാവുന്നിടം വരെ ചോറെടുക്കുക. എന്നിട്ട് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കണം കേട്ടോ. ഇളക്കി കൊടുത്ത് നല്ലപോലെ ആ ചോറ് കൂടെ ഒന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്കും വേണമെങ്കിൽ കെച്ചപ്പ് ചേർത്ത് കൊടുക്കാം, എരിവ് ഒന്ന് ബാലൻസ് ആകാൻ വേണ്ടി. വേണമെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ നെയ്യും കൂടെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ. പിന്നെ മല്ലിയില, കറിവേപ്പില നിങ്ങളുടെ ഇഷ്ടം. അപ്പോൾ അത്രയേ ഉള്ളൂ. നമ്മുടെ എഗ് റൈസ് ഇവിടെ വളരെ പെട്ടെന്ന് റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ ഇനി ഒന്ന് പെട്ടെന്ന് ഉണ്ടാക്കുന്ന എന്നാണെന്ന് വിചാരിച്ചിരിക്കേണ്ട, വേഗം തയ്യാറാക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇനി ഒരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.